രക്തസാക്ഷി ദിനത്തിൽ ഗാന്ധിയെ അനുസ്മരിച്ചുകൊണ്ട് SPC സീനിയർ കേഡറ്റുകളായ നിരഞ്ജന കെ, വേദ PV, അഷ്ന കെ, ആദിത്യ MV, അഭിരാം CV എന്നിവരാണ്. മഹാത്മാഗാന്ധി അറിയേണ്ടതെല്ലാം. ആഗോളതലത്തിൽ ഇത്രയേറെ ആദരിക്കപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതാവില്ലെന്ന് നിസ്സംശയം പറയാം. ലോകത്തിനൊരു പാഠപുസ്തകമാണ് ഗാന്ധിജിയുടെ ജീവിതം. വളർന്നുവരുന്ന തലമുറ തീർച്ചയായും അറിഞ്ഞിരിക്കണം അദ്ദേഹം ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ. ആഗോളതലത്തിൽ ഇത്രയേറെ ആദരിക്കപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതാവില്ലെന്ന് നിസ്സംശയം പറയാം. ഇന്ന് അദ്ദേഹത്തിന്റെ ചരമദിനമാണ്. നമ്മൾ രക്തസാക്ഷി ദിനമായി ആചരിക്കുന്നു. ഗാന്ധിജിയുടെ വാക്കുകൾ പ്രവൃത്തികളിൽ പ്രതിഫലിപ്പിക്കാൻ നമുക്ക് ശ്രമിക്കാം. ശ്രീ റഫീഖ് അഹമ്മദിന്റെ കവിത എന്റെ ഗാന്ധി. സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യ ദുശക്തിയെ ഖാദി നൂലിനാൽ തളച്ചുള്ളവനാവാം ഗാന്ധി. സോദര രക്തം പാനം ചെയ്തു ചീർക്കുവാൻ പോരും ഭീകര മതഭ്രാന്തിൻ ഔഷധമാവാം ഗാന്ധി. രാജനീതിതൻ മഹാധർമ്മ സങ്കടം പേറും രാമനെ വെളിച്ചമായി കണ്ടവനാവാം ഗാന്ധി. ആവർണവെറിയരാൽ അടിച്ചു കൊഴിച്ചിട്ട ശൂന്യത ചുരത്തുന്ന ചിരിയുമാവാം ഗാന്ധി. നാടിന്റെ സ്വാതന്ത്ര്യത്തിൻ തൃപ്പതാകകൾ വിണ്ണിലാവോളം ഉയരത്തിലുയരും സന്ദർഭത്തിൽ ഖിന്നനായി വിഷാദിയായ നവാഹലിയുടെ ചെന്നിണച്ചാലിൽ മൂകമേഘനായി പോയോനാവാ. നേരിന്റെ പരിശുഷ്കമാറിടത്തിങ്കൽ മക്കൾ പായിച്ച വെടിയുണ്ടയേറ്റു വീണവനാവാം. എത്രമേൽ വ്യാഖ്യാനിച്ചും പിന്നെയും തെളിയാത്ത ജീവിത സത്യത്തിന്റെ ദുർഗ്രഹമുഖമാവാം. എങ്കിലും എനിക്കങ്ങോർ ലോകത്തെ അറിയാത്ത പാവമാം മനസ്സല്ലോ. എങ്കിലും എനിക്കങ്ങോർ ലോകത്തെ അറിയാത്ത പാവമാം മനസ്സല്ലോ. രുഗ്നചേതനയല്ലോ മാനവകുലത്തോടു കയർത്ത് സ്വർലോകത്തും ഉണ്ണാതെയിരിക്കുന്ന മാനവകുലത്തോടു കയർത്ത് സ്വർലോകത്തും ഉണ്ണാതെയിരിക്കുന്ന പിണങ്ങുണ്ണിയാണല്ലോ. മാനവകുലത്തോടു കയർത്ത് സ്വർലോകത്തും ഉണ്ണാതെയിരിക്കുന്ന പിണങ്ങുണ്ണിയാണല്ലോ. മഹാത്മാഗാന്ധി എഴുതിയ ആദ്യ പുസ്തകമായ ഹിന്ദ് സ്വരാജ് അഥവാ ഇന്ത്യൻ ഹോം റൂളിനെ കുറിച്ച് 1909 ഗാന്ധിജി തന്റെ ആദ്യ പുസ്തകമായ ഹിന്ദ് സ്വരാജ് രചിച്ചത്. ലണ്ടനിൽ നിന്ന് ദക്ഷിണാഫ്രിക്കയിലേക്കുള്ള കപ്പൽ യാത്രയിലാണ് തന്റെ മാതൃഭാഷയായ ഗുജറാത്തിയിൽ ഗാന്ധിജി പുസ്തകരചന നടത്തിയത്. 1909 നവംബർ 13 മുതൽ 22 വരെ തുടർച്ചയായി എഴുതിയ ഗാന്ധിജി പുസ്തകം പൂർത്തീകരിച്ചു. 1909 ദക്ഷിണാഫ്രിക്കയിൽ നിന്നും പ്രസിദ്ധീകരിച്ചിരുന്ന ഇന്ത്യൻ ഒപ്പീനിയൻ വാരികയിൽ ഹിന്ദ് സ്വരാജ് ഖണ്ഡശയായി ആദ്യം പ്രസിദ്ധീകരിച്ചു. 1910 ഹിന്ദ് സ്വരാജ് പുസ്തക രൂപത്തിൽ ഗുജറാത്തി ഭാഷയിൽ ആദ്യമായി പ്രസിദ്ധീകരിച്ചത്. അന്നത്തെ ബോംബെ സർക്കാർ ഹിന്ദ് സ്വരാജ് ഇന്ത്യയിൽ നിരോധിച്ചതിനെ തുടർന്ന് നിരോധനത്തിനുള്ള തിരിച്ചടിയായി ആ വർഷം തന്നെ ഗാന്ധിജി ഹിന്ദ് സ്വരാജിന്റെ ഇംഗ്ലീഷ് പരിഭാഷ പ്രസിദ്ധീകരിച്ചു. മഹാത്മാഗാന്ധി നേരിട്ട് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയ ഒരേയൊരു പുസ്തകവും ഹിന്ദ് സ്വരാജാണ്. വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിന്റെ ആരമ്മീ ഗാന്ധി. ആലാപനം മനോജ് പുളിമാത്ത്.
കാതിലേക്കമൃതിറ്റിക്കും കൈറാട്ടിൻ മധുരസ്വരം തൂമയിൽ ശാന്തി സന്ദേശമേന്തി ഗാന്ധി ജയന്തിയിൽ മുറിയിൽ തായ നൂൽ നൂൽക്കെ മുഴങ്ങി ബാലകൗതുകം ആരമ്മേ ഗാന്ധി എന്നുള്ള മുപ്പദങ്ങളിലൂടവേ ആരമ്മേ ഗാന്ധി എന്നുള്ള മുപ്പദങ്ങളിലൂടവേ മകനുൾക്കൊണ്ട ജിജ്ഞാസ മങ്കയോർത്തുരസിക്കയായി പഞ്ഞി നീളുന്ന നീളത്തിൽ കുഞ്ഞിക്കണ്ണും കളിക്കയായി ചൊല്ലിനാളമ്മ കുഞ്ഞേ നിൻ ചോദ്യം ചെറിയതെങ്കിലും എത്ര ഞാൻ വിവരിച്ചാലുമാകയിൽ അതിനുത്തരം കുഞ്ഞേ നിൻ ചോദ്യം ചെറിയതെങ്കിലും എത്ര ഞാൻ വിവരിച്ചാലുമാകയിൽ അതിനുത്തരം എനിക്കുമറിയാൻ മേലാ ഗാന്ധിയാരെന്ന വാസ്തവം എങ്കിലും ചിലതെല്ലാം ഞാൻ പറയാം കേട്ടുകൊള്ളുക നീ മുൻവരി പല്ലുപൊയ്പോയ മോണ കാട്ടിച്ചിരിച്ചൊരാൾ ചമ്പ്രം പടിഞ്ഞിരിക്കുന്ന പടം നീ കണ്ടതില്ലയോ അതാണു ഗാന്ധിയപ്പൂപ്പൻ ആരിലും കനിവുള്ളവൻ കൊച്ചു കുഞ്ഞുങ്ങളോടൊത്തു കളിപ്പാൻ കൊതിയുള്ളവൻ വിളിപ്പൂ നാട്ടുകാരെല്ലാം ബാപ്പുവെന്ന് പലപ്പോഴും ആ വാക്കു കേട്ടിരിക്കും നീ അച്ഛനെന്നർത്ഥമായിടും മറ്റുള്ളോരുടെ ദുഃഖങ്ങൾ മാറ്റുവാൻ വേല ചെയ്യുകയാൽ മഹാത്മാ ഗാന്ധി എന്നുള്ള പേരു നീളെ പ്രസിദ്ധമായി സത്യത്തെ ദൈവമായി കണ്ടു പൂജിച്ച പുരുഷോത്തമൻ പങ്കം തീണ്ടാത്ത കർമ്മത്താൽ തങ്കം പോലെ തിളങ്ങിയോൻ കുഞ്ഞുറുമ്പിനുമാപത്തു പറ്റിയാൽ കരയുന്നവൻ കുരുന്നു നുള്ളുവാൻ പോലും കൈയറയ്ക്കും ദയാമയൻ സ്നേഹം ധർമ്മം സദാചാരം ഓരോന്നെന്തിനു ചൊൽവു ഞാൻ ഗുണമൊക്കെയുമൊന്നിച്ച ഗുരുവാണു മഹാത്മജി ഗുണമൊക്കെയുമൊന്നിച്ച ഗുരുവാണു മഹാത്മജി തന്റേതെന്നോതുവാനുറ്റ ചില്ലിയില്ലാത്തൊരേഴയെ കുമ്പിട്ടു കനകക്കുന്നിൽ കൊടിനാട്ടിയ കൂട്ടരും അതു നിൽക്കട്ടെ നമ്മൾക്കെന്തരുളി നന്മ ഗാന്ധിജി ഒരു വാക്കിലുരയ്ക്കുമ്പോൾ സ്വാതന്ത്ര്യം വിവരിച്ചിടാം വെറുതെ ശണ്ഠ കൂട്ടി നാം വെള്ളക്കാരജമാനരായി നമ്മൾ നമ്മുടെ രാജ്യത്തു കൂലിക്കാരെന്ന പോലെയും അധികാരമകറ്റിടാൻ പിടഞ്ഞു നാടുനാൾക്കുനാൾ അള്ളിപ്പിടിച്ച പാപ്പാനെ തള്ളു. പത്രാധിപരും വായനക്കാരനും തമ്മിൽ സംവാദം നടത്തുന്ന പ്രതിപാദന ശൈലിയാണ് പുസ്തക രചനയ്ക്കായി ഗാന്ധിജി തിരഞ്ഞെടുത്തത്. ഹിന്ദ് സ്വരാജിലുടനീളം ഗാന്ധിജി തന്റെ മഹത്തായ ആശയമായ അഹിംസാവാദനത്തിനാണ് ഊന്നൽ നൽകിയത്. ചെറുതെങ്കിലും ഈ കൃതിയിലാണ് അഹിംസാ തത്വങ്ങളുടെ സ്വീകാര്യതയെക്കുറിച്ച് തനിക്കുള്ള യുക്തിപരമായ നിഗമനങ്ങൾ ഗാന്ധിജി അവതരിപ്പിച്ചിരിക്കുന്നത്. ഗാന്ധിജി ഹിന്ദ് സ്വരാജിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് വെറുപ്പിന്റെ സ്ഥാനത്ത് സ്നേഹത്തെ പ്രതിഷ്ഠിക്കുന്ന സുവിശേഷമാണെന്നാണ്. ദണ്ഡിയാത്രയും ഉപ്പ് സത്യാഗ്രഹവും ബ്രിട്ടീഷുകാർ നടപ്പാക്കിയ ഉപ്പു നിയമം ലംഘിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ദണ്ഡിയാത്ര നടന്നത്. ഉപ്പിന്റെ നിർമ്മാണവും വിൽപ്പനയും ഗവൺമെന്റിന്റെ കുത്തകയായിരുന്നു. മാത്രമല്ല ഉപ്പിനുമേൽ വിൽപ്പന നികുതിയും ചുമത്തിയിരുന്നു. 1930 മാർച്ച് 12 ഗാന്ധിജിയും അനുയായികളും ദണ്ഡി കടപ്പുറത്തേക്ക് യാത്രയായി.
ഏപ്രിൽ 6-ാം തീയതി ദണ്ഡി കടപ്പുറത്ത് നിന്ന് ഉപ്പുണ്ടാക്കി ഗാന്ധിജി ഉപ്പു നിയമം ലംഘിച്ചു. ഗാന്ധിജി കേരളത്തിൽ. ദേശീയ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്താൻ ഗാന്ധിജി 5 തവണ കേരളം സന്ദർശിച്ചിട്ടുണ്ട്. 1. 1920 ആഗസ്റ്റ് 18 ഖിലാഫത്ത് നേതാവായിരുന്ന ഷൗക്കത്ത് അലിയോടൊപ്പം കോഴിക്കോട് കടപ്പുറത്ത് നടന്ന പൊതുയോഗത്തെ അഭിസംബോധന ചെയ്തു. 2. 1925 മാർച്ച് 8 വൈക്കം സത്യാഗ്രഹത്തിന് പരിഹാരം കാണാനായിരുന്നു ഈ സന്ദർശനം. ഗാന്ധിജി ശ്രീനാരായണ ഗുരുവുമായി കൂടിക്കാഴ്ച നടത്തി. 3. 1927 ഒക്ടോബർ 9 വിവിധ പൊതുയോഗങ്ങളിൽ പങ്കെടുത്തു. 4. 1934 ജനുവരി 10 ഹരിജൻ ഫണ്ട് ശേഖരണാർത്ഥം ഗാന്ധിജി കേരളത്തിലെത്തി. 5. 1937 ജനുവരി 12 ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ഈ സന്ദർശനം. ക്ഷേത്രപ്രവേശന വിളംബരത്തെ ഈ നൂറ്റാണ്ടിലെ മഹാത്ഭുതം എന്നാണ് ഗാന്ധിജി വിശേഷിപ്പിച്ചത്. അയ്യങ്കാളിയുമായി കൂടിക്കാഴ്ച നടത്തി. ഗാന്ധിജി എന്നൊരു വീരപുത്രൻ ഭാരത മണ്ണിൽ പിറന്നുവല്ലോ. സത്യം അഹിംസയും കൈവിടാതെ നാടിനു സ്വാതന്ത്ര്യം നേടിത്തന്നു. രാപ്പകലില്ലാതെ രാജ്യത്തിനായി ധീര പോരാളിയായി മുന്നിൽ നിന്നു. തോക്കും ജയിലും ഭയന്നിടാതെ ഭാരത നാടിനായി പോരാടി താൻ. ലാളിത്യമാർന്നൊരു ജീവിതവും സത്യാഗ്രഹത്തിന്റെ മാർഗമതും ജീവിത സന്ദേശമാക്കിയ താൻ ജീവൻ ബലി തന്നു ഈ നാടിനായി. മായാതെ മറയാതെ തന്നോർമ്മകൾ ഭാരത മണ്ണിൽ ജ്വലിച്ചിടുന്നു. അടിപതരാതെന്നും മുന്നേറിടാം ഗാന്ധിജി കാണിച്ച മാർഗമതിൽ. അടിപതരാതെന്നും മുന്നേറിടാം ഗാന്ധിജി കാണിച്ച മാർഗമതിൽ. ഗാന്ധിജി കാണിച്ച മാർഗമതിൽ. അഹിംസാ ദിനം. ഒക്ടോബർ 2 അന്താരാഷ്ട്ര അഹിംസാ ദിനമായി ആചരിക്കാനുള്ള തീരുമാനത്തിന് ഐക്യരാഷ്ട്രസഭയ്ക്ക് പ്രചോദനമായത് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ഡൽഹിയിൽ സംഘടിപ്പിച്ച സത്യാഗ്രഹ ശതാബ്ദി സമ്മേളനമാണ്. 30ഓളം രാജ്യങ്ങളിൽ നിന്ന് 400-ൽ പരം വിദേശ പ്രതിനിധികൾ ആ സമ്മേളനത്തിൽ പങ്കെടുത്തു. 142 വിദേശ രാജ്യങ്ങളുടെ സഹകരണത്തോടെ അന്നത്തെ വിദേശകാര്യ സഹമന്ത്രി ആനന്ദ് ശർമ്മ അവതരിപ്പിച്ച പ്രമേയം 191 അംഗങ്ങളുള്ള ഐക്യരാഷ്ട്ര പൊതുസഭ 2007 ജൂൺ 15 ഐകകണ്ഠ്യേന അംഗീകരിച്ചു. ഇന്ത്യ എന്ന നാടിനെ സ്വതന്ത്രമാക്കി ഗാന്ധിജി അഹിംസ എന്നൊരായുധം ധരിച്ചു നിന്നു പോരടി. സത്യവും അഹിംസയും കൈവിടാതെ മുന്നേറി വീരനായി ധീരനായി രക്തസാക്ഷിയായി താൻ. സത്യവും അഹിംസയും കൈവിടാതെ മുന്നേറി വീരനായി ധീരനായി രക്തസാക്ഷിയായി താൻ. ഭാരതത്തിൻ ഭാവിയായിരുന്നു തന്റെ ലക്ഷ്യമെന്നു ഭാവുകങ്ങൾ നേർന്നു മണ്ണിൽ വീണു മൃതിയടഞ്ഞു താൻ. ഭാരതത്തിൻ ഭാവിയായിരുന്നു തന്റെ ലക്ഷ്യമെന്നു ഭാവുകങ്ങൾ നേർന്നു മണ്ണിൽ വീണു മൃതിയടഞ്ഞു താൻ. സത്യവും അഹിംസയും കൈവിടാതെ മുന്നേറി വീരനായി ധീരനായി രക്തസാക്ഷിയായി താൻ. സത്യവും അഹിംസയും കൈവിടാതെ മുന്നേറി വീരനായി ധീരനായി രക്തസാക്ഷിയായി താൻ. എന്നുമെന്നും ഓർമ്മയിൽ മങ്ങിടാതെ ഗാന്ധിജി, മറഞ്ഞിടാതെ ഗാന്ധിജി. എന്നുമെന്നും ഓർമ്മയിൽ മങ്ങിടാതെ ഗാന്ധിജി,
മറഞ്ഞിടാതെ ഗാന്ധിജി, മറഞ്ഞിടാതെ ഗാന്ധിജി. ഗാന്ധിജിയും മലയാള സാഹിത്യവും. 1. ഗാന്ധിജിയെക്കുറിച്ച് ധർമ്മസൂര്യൻ എന്ന കൃതി രചിച്ചത് അക്കിത്തം. 2. ഗാന്ധിജിയെക്കുറിച്ച് എന്റെ ഗുരുനാഥൻ എന്ന കവിത രചിച്ചത് വള്ളത്തോൾ. 3. ഗാന്ധിജിയുടെ വിയോഗത്തെ തുടർന്ന് ആ ചുടലക്കളം എന്ന കൃതി രചിച്ചത് ഉള്ളൂർ. 4. ഗാന്ധിജിയും ഗോഡ്സെയും എന്ന കൃതി രചിച്ചത് NV കൃഷ്ണവാര്യർ. 5. ഗാന്ധിജിയും കാക്കയും ഞാനും രചിച്ചത് ONV. 6. ഗാന്ധി ഭാരതം എന്ന കവിത രചിച്ചത് പാലാ നാരായണൻ നായർ. 7. ഗാന്ധി എന്ന കവിത രചിച്ചത് വി മധുസൂദനൻ നായർ. 8. ഗാന്ധിജിയെക്കുറിച്ച് മഹാത്മാവിന്റെ മാർഗം എന്ന കൃതി രചിച്ചത് സുകുമാർ അഴീക്കോട്. ഒറ്റ വരയിൽ എഴുതിയൊരു ചിത്രമല്ല ഗാന്ധി, ഒറ്റ വരയിൽ എഴുതിയൊരു ചിത്രമല്ല ഗാന്ധി, ഒറ്റ വാക്കിലോതും വെറും നാമമല്ല ഗാന്ധി. ഒറ്റ വരയിൽ എഴുതിയൊരു ചിത്രമല്ല ഗാന്ധി, ഒറ്റ വാക്കിലോതും വെറും നാമമല്ല ഗാന്ധി. ഒറ്റ മുണ്ടുടുത്ത വെറും മർദ്ദനല്ല ഗാന്ധി, ഒറ്റ മുണ്ടുടുത്ത വെറും മർദ്ദനല്ല ഗാന്ധി. പെറ്റ നാടിൻ മോചനമൊന്നൊറ്റ ലക്ഷ്യമോടെയെന്ന് ഒറ്റ വരിയിൽ ഭാരതത്തെ അണിനിരത്തി ഗാന്ധി. പെറ്റ നാടിൻ മോചനമൊന്നൊറ്റ ലക്ഷ്യമോടെയെന്ന് ഒറ്റ വരിയിൽ ഭാരതത്തെ അണിനിരത്തി ഗാന്ധി. കൃഷ്ണനല്ല ക്രിസ്തുവല്ല നബിയുമല്ല ഗാന്ധി, കൃഷ്ണനല്ല ക്രിസ്തുവല്ല നബിയുമല്ല ഗാന്ധി. മൂവരും ഒന്നായി പിറന്ന മൂർത്തിയാണ് ഗാന്ധി. ഹിന്ദുവല്ല ക്രിസ്ത്യനല്ല ഇസ്ലാമുമല്ല ഗാന്ധി, ഹിന്ദുവല്ല ക്രിസ്ത്യനല്ല ഇസ്ലാമുമല്ല ഗാന്ധി. മാനവത്വമെന്ന മതബോധകനൻ ഗാന്ധി. പഴമയെഴുമോർമ്മ മാത്രമല്ല ഇന്ന് ഗാന്ധി, പഴമയെഴുമോർമ്മ മാത്രമല്ല ഇന്ന് ഗാന്ധി. പുതുയുഗത്തിനുളി വിതറും യുഗപുരുഷൻ ഗാന്ധി. മായുകില്ല ലോകമാനസങ്ങളിൽ ഈ രൂപം, മായുകില്ല ലോകമാനസങ്ങളിൽ ഈ രൂപം. അർക്കചന്ദ്രശോഭ ഭൂവിൽ പരിലസിക്കുവോളം ഒറ്റ വരയിലെഴുതിയൊരു ചിത്രമല്ല ഗാന്ധി, ഒറ്റ വാക്കിലോതും വെറും നാമമല്ല ഗാന്ധി. 1893 ഗാന്ധി വീണ്ടും ദക്ഷിണാഫ്രിക്കയിൽ എത്തി. ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവിവേചനം അദ്ദേഹത്തിന്റെ മനസ്സിനെ പുതിയൊരു രീതിയിൽ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു. ട്രെയിനിൽ ഉയർന്ന ശ്രേണികളിലെ കൂപ്പകളിൽ ഇന്ത്യക്കാരെയോ കറുത്ത വർഗക്കാരെയോ കയറാൻ അനുവദിച്ചിരുന്നില്ല. വെള്ളം കുടിക്കാനുള്ള പൊതു ടാപ്പുകളിൽ നിന്ന് വെള്ളം കുടിച്ചാൽ പോലും അക്കൂട്ടർക്ക് കടുത്ത ശിക്ഷ നൽകപ്പെട്ടിരുന്നു. ഒരിക്കൽ വെള്ളക്കാർക്ക് മാത്രം സഞ്ചരിക്കാവുന്ന എ ക്ലാസ് കൂപ്പ് യാത്ര ചെയ്തതിന് ഗാന്ധിയെ മർദ്ദിക്കുകയും വഴിയിൽ പീറ്റർ മാരിറ്റ്സ്ബർഗിൽ ഇറക്കിവിടുകയും ചെയ്തു. തുടർന്ന് താഴ്ന്ന ക്ലാസ്സിൽ യാത്ര തുടർന്ന അദ്ദേഹത്തെ ട്രെയിനിന്റെ ഗാർഡ് ഒരു വെള്ളക്കാരന് സ്ഥലം കൊടുക്കാത്തതിന് തല്ലി. ഈ സംഭവത്തിന് ശേഷം ഗാന്ധി ഇത്തരം അനാചാരങ്ങൾക്കെതിരെ പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. കുറച്ചു സമയം പ്രാക്ടീസിനും മറ്റുള്ള സമയം ഇത്തരം പ്രവർത്തനങ്ങൾക്കുമായി നീക്കിവെച്ചു. ഗ്രാമസ്വരാജ് കേവലം വിദേശ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിച്ച് സ്വദേശി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക എന്നതല്ല സ്വദേശി പ്രസ്ഥാനം അർത്ഥമാക്കുന്നത്. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മുടെ അയൽക്കാരൻ ചെയ്തു തരുമെങ്കിൽ അയാളെ വിട്ടിട്ട് ഈ ആവശ്യത്തിന്
അകലങ്ങളിലെ മറ്റൊരാളെ തേടിപ്പോകുന്നത് മനസ്സുകൊണ്ട് നിയന്ത്രിക്കാനാണ് സ്വദേശി പ്രസ്ഥാനം ആവശ്യപ്പെടുന്നത്. സ്വയം പര്യാപ്തമായ ഗ്രാമങ്ങളും സ്വാശ്രയശീലവുമാണ് ഗ്രാമസ്വരാജ് എന്ന ഗാന്ധിയുടെ സ്വപ്നത്തിന്റെ ആകെത്തുക. എത്ര മികവുറ്റതാണെങ്കിലും വളരെ അകലെയുള്ളതിനെ ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ ചുറ്റുപാടിലുള്ളതിനെ ഉപയോഗിക്കാനും സേവിക്കാനും മനസ്സിനെ നിയന്ത്രിക്കുന്ന നമ്മിൽ തന്നെയുള്ള ചൈതന്യമാണ് സ്വദേശി ഗാന്ധിജി. സത്യാഗ്രഹം കൊണ്ട് ഞാൻ അർത്ഥമാക്കുന്നത് സത്യത്തെ മുറുകെ പിടിക്കുക എന്നതാണ്. തിന്മയും തിന്മ ചെയ്യുന്ന ആളും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന കാര്യം സത്യാഗ്രഹി മറക്കാൻ പാടില്ല. തിന്മയല്ലാതെ തിന്മ ചെയ്യുന്നവർക്കെതിരെ വിദ്വേഷമോ പകയോ വെച്ചു പുലർത്തരുത്. സത്യാഗ്രഹി എപ്പോഴും തിന്മയെ നന്മ കൊണ്ടും കോപത്തെ സ്നേഹം കൊണ്ടും അസത്യത്തെ സത്യം കൊണ്ടും കീഴ്പ്പെടുത്താനാണ് ശ്രമിക്കുക. അതുകൊണ്ട് സത്യാഗ്രഹ സമരത്തിനിരിക്കുന്ന ഒരാൾ കോപം, വിദ്വേഷം തുടങ്ങിയ മാനുഷിക ദൗർബല്യങ്ങളിൽ നിന്ന് താൻ തന്നെ പൂർണ്ണമായും വിമുക്തനാണെന്നും തന്റെ സത്യാഗ്രഹം കൊണ്ട് ഇല്ലാതാക്കാനൊരുങ്ങുന്ന തിന്മകൾ തന്നെ പിടികൂടിയിട്ടില്ലെന്നും ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഇതിനായി സത്യാഗ്രഹി ശ്രദ്ധാപൂർവം ആത്മപരിശോധന നടത്തുകയും ചെയ്യണം. നിസ്സഹകരണ പ്രസ്ഥാനം. ഗാന്ധി 1915 ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വന്നു. ഗാന്ധിജിയുടെ സ്വാധീനമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് പുതിയ ദിശാബോധം നൽകിയത്. ജനങ്ങളോട് ബ്രിട്ടീഷ് തുണിത്തരങ്ങൾക്ക് പകരമായി ഖാദി ഉപയോഗിക്കാൻ ആഹ്വാനം ചെയ്തു. ബ്രിട്ടീഷ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കോടതികളും ബഹിഷ്കരിക്കാനും സർക്കാർ ഉദ്യോഗങ്ങളിൽ നിന്ന് രാജിവെക്കാനും നികുതി നൽകുന്നത് നിർത്താനും ബ്രിട്ടീഷ് പട്ടങ്ങളും പദവികളും ഉപേക്ഷിക്കാനും നിസ്സഹകരണ പ്രസ്ഥാനം ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. വ്യാപകമായ ജനകീയ പിന്തുണ ഈ സമരത്തിന് ലഭിച്ചു. സമരത്തിന്റെ ഫലമായുണ്ടായ അതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ജനകീയ മുന്നേറ്റം വിദേശ ഭരണത്തിന് ഗൗരവമായ വെല്ലുവിളി ഉയർത്തിയെങ്കിലും ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചു. ഗാന്ധിയാരെന്ന വാസ്തവം എങ്കിലും ചിലതെല്ലാം ഞാൻ പറയാം കേട്ടുകൊള്ളുക നീ. മുൻവരി പല്ലുപൊയ്പോയ മോണ കാട്ടിച്ചിരിച്ചൊരാൾ ചമ്രം പടിഞ്ഞിരിക്കുന്ന പടം നീ കണ്ടതില്ലയോ? അതാണു ഗാന്ധിയപ്പൂപ്പൻ, ആരിലും കനിവുള്ളവൻ, കൊച്ചു കുഞ്ഞുങ്ങളോടൊത്തു കളിപ്പാൻ കൊതിയുള്ളവൻ. വിളിപ്പൂ നാട്ടുകാരെല്ലാം ബാപ്പുവെന്ന്, പലപ്പോഴും ആ വാക്കു കേട്ടിരിക്കും നീ അച്ഛനെന്നർത്ഥമായിടും. മറ്റുള്ളോരുടെ ദുഃഖങ്ങൾ മാറ്റുവാൻ വേല ചെയ്യുകയാൽ മഹാത്മാ ഗാന്ധി എന്നുള്ള പേരു നീളെ പ്രസിദ്ധമായി. സത്യത്തെ ദൈവമായി കണ്ടു പൂജിച്ച പുരുഷോത്തമൻ, പങ്കം തീണ്ടാത്ത കർമ്മത്താൽ തങ്കം പോലെ തിളങ്ങിയോൻ. കുഞ്ഞുറുമ്പിനുമാപത്തു പറ്റിയാൽ കരയുന്നവൻ, കുരുന്നു നുള്ളുവാൻ പോലും കൈയറയ്ക്കും ദയാമയൻ. സ്നേഹം, ധർമ്മം, സദാചാരം ഓരോന്നെന്തിനു ചൊൽവു ഞാൻ, ഗുണമൊക്കെയുമൊന്നിച്ച ഗുരുവാണു മഹാത്മജി. രക്തസാക്ഷി ദിനത്തിൽ ഗാന്ധിയെ അനുസ്മരിച്ചുകൊണ്ട് ഇതുവരെ നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നത് SPC സീനിയർ കേഡറ്റുകളായ നിരഞ്ജന കെ, വേദ PV, അഷ്ന കെ, ആദിത്യ MV, അഭിരാം CV എന്നിവരാണ്. ഒരു നല്ല പാട്ട്, ഇത് വിജയത്തിൻ ശാന്തിഗീതം, ഇത് സ്നേഹത്തിൻ ജീവഗാനം. മലയാളമാമതും പാടിയ പാട്ട്, മനതാരിൽ മുഹബത്ത് ചാലിച്ച പാട്ട്, മനസ്സിൽ നിറയുന്നു ദൈവത്തിൻ താളം, മനത്തുയരുന്നു ദേവന്റെ സ്നേഹം. ചെറുതാരം ഒരു ശ്രീലകം, ചെറുതാരം ഹൃദയാക്ഷരം, ഉലകിലീശ്വരനേകം സാക്ഷ്യം, ഇവിടെ സംഗമമേവം സത്യം.
സ്നേഹത്തിൻ ശാന്തി ഗീതം, ഇത് സ്നേഹത്തിൻ ജീവഗാനം. മലയാളം മാമാകം പാടിയ പാട്ട്, മനതാരിൽ മുഹബത്ത് ചാലിച്ച പാട്ട്, മനസ്സിൽ നിറയുന്നു തെയ്യത്തിൻ താളം, മാനത്തുയരുന്നു ദേവന്റെ സ്നേഹം. ചെറുതാഴം ഒരു ശ്രീലകം, ചെറുതാഴം ഹൃദയാക്ഷരം, ഉലകിലീശ്വരനേകം സാക്ഷ്യം, ഇവിടെ സംഗമമേവം സത്യം. ഇതാ ഒരു പുതുവഴിയാരംഭം, ഇതാ ഒരു പുതുയുഗവാസരം. ചെറുതാഴം ചെറുതാഴം GHSS, ചെറുതാഴം ചെറുതാഴം GHSS, ചെറുതാഴം ഉലകിലീശ്വരൻ ഏകം സാക്ഷ്യം, ഇവിടെ സംഗമം ദേവം സത്യം. ഇതാ ഒരു പുതുവഴിയാരംഭം, ഇതാ ഒരു പുതുയുഗവാസരം. ചെറുതാഴം ചെറുതാഴം GHSS, ചെറുതാഴം